ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് മിക്കവരും കണ്ടൊരു വീഡിയോ ആണിത്. ഒരു കുട്ടിയെ ഒരു ഓട്ടോ ഡ്രൈവർ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഒട്ടുമിക്കവരും കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള മാറിയ കുറവന്മാരുണ്ട്. കാരണം എന്തായാലും ആ പരനാറിനെ എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറ്റണം. കാരണം ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന കാലഘട്ടം നമ്മൾ ഒരുപാട് ഇതുപോലെ ഓട്ടോകളിലോ വണ്ടികളിലൊക്കെ നമ്മൾ കുട്ടികളെ നമ്മൾ വിശ്വസിപ്പിച്ച് വിടും. പക്ഷേ നമ്മൾ കുട്ടികളെ കൃത്യസമയത്ത് സ്കൂളിൽ ചെല്ലുന്നുണ്ടോ, അവിടുന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് കൃത്യസമയത്താണ് നമ്മുടെ വീട്ടിലെത്തുന്നത്. ഇതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു ബാധ്യത നമുക്കുണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഇത്ര എന്തൊക്കെ പറഞ്ഞു, ഇപ്പോൾ പോലീസ് അങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങും. അവൻ വീണ്ടും പഴയ പരിപാടിക്ക് പോകും. നോക്കേണ്ടത് കാരണം എൻ്റെയോ നിങ്ങളുടെയോ ഒക്കെ കുട്ടികൾ ഭാവിയിൽ ഇത് തന്നെ നേരിടേണ്ടി വന്നേക്കാം. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ്. ഇതിനൊന്നും ഒരു പരിഹാര മാർഗ്ഗമില്ല. നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ നോക്കണം. ഒരു ഇത്തിരി നേരം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, ജോലി സ്ഥലങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അന്നന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്കൂളിൽ എന്തൊക്കെ നടന്ന്, തിരിച്ച് വന്ന വഴി എന്തൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കി അവരുമായിട്ട് കുറച്ചുകൂടെ നമ്മളൊരു സ്നേഹബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മളടുത്ത് പറയും. അല്ലാതെ ഇതുപോലുള്ള നാറികളെ പിന്നെ നിയമത്തിന് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ സാമാനം ചെത്തിക്കളയാനുള്ള ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ